അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും സലാം, നമസ്കാരം. നിങ്ങളുടെ വീട്ടിൽ കുറുമ്പന്മാരായ ചുറുചുറുക്കുള്ള മിടുമിടുക്കന്മാരും മിടുമിടുക്കുകളുമുണ്ടോ? എങ്കിലിതാ അവരെ കുറേ നേരത്തേക്ക് ആനന്ദത്തിൽ മതിമറന്ന് നിങ്ങളുടെ ചുറ്റുവട്ടത്ത് തന്നെ ഇരുത്തുവാൻ നല്ലൊരു ഐഡിയയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ മിടുക്കന്മാരായ കൊച്ചു കൂട്ടുകാർക്ക് സ്വയം തന്നെ ഒരു A4 ഷീറ്റ് കൊണ്ട് നിർമ്മിച്ച് കരണ്ടോ സോളാറോ ബാറ്ററി ചാർജോ ഇല്ലാതെ 24 മണിക്കൂറും കറങ്ങുന്ന ടേബിൾ ഫാൻ. ഈ ടേബിൾ ഫാനിൻ്റെ ചെറിയൊരു ട്യൂട്ടോറിയലുമായിക്കൊണ്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഇതിന് പ്രധാനമായും വേണ്ടത് ഒരു A4 ഷീറ്റ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ ഒരു A4 ഷീറ്റ് കിട്ടിയില്ല എങ്കിൽ നോട്ട്ബുക്കിലെ ഒരു പേജ്. ഈ A4 ഷീറ്റിൻ്റെ വട്ടം അളവിൽ നിന്നും, അഥവാ നീളത്തിലല്ല, ഇതുപോലെ വട്ടം അളവിൽ നിന്നും 3/4 സെൻറ്റിമീറ്റർ വീതി വരുന്ന വിധത്തിൽ 3 പീസുകൾ കൃത്യമായിട്ട് മുറിച്ചെടുക്കുക. ഈ 3/4 സെൻറ്റിമീറ്റർ വീതി എന്നുള്ളത് ഏകദേശ ഒരു അളവാണ്. ഒരല്പം കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷേ ഒരേ അളവിൽ തന്നെ ആയിരിക്കണം ഈ 3 പീസുകളും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം. ഇതിങ്ങനെ ഈ തുല്യ അളവിൽ മുറിക്കുന്നത് നല്ല മൂർച്ചയുള്ള ബ്ലേഡോ കത്തിയോ കത്രികയോ കൊണ്ടാകാം. പക്ഷേ നമ്മൾ കുട്ടികളെ കൊണ്ട് മുറിപ്പിക്കുമ്പോൾ നമ്മൾ മുതിർന്നവർ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം. അതുപോലെ മുറിക്കുന്നത് ഞാൻ ഈ കാണിക്കുന്നത് പോലെ തന്നെ മുറിക്കണം എന്നൊന്നുമില്ല. നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് സൗകര്യം പോലെ നിങ്ങൾക്ക് മുറിക്കാവുന്നതാണ്. അളവ് തുല്യമായിരിക്കണം എന്ന് മാത്രമേയുള്ളൂ. നമ്മൾ ഇവിടെ ഈ 3/4 സെൻറ്റിമീറ്റർ വീതി വരുന്ന 3 പീസുകളും കൃത്യമായിട്ട് മുറിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി ഒരു 4 സെൻറ്റിമീറ്റർ വീതി വരുന്ന ഒരു പീസ് കൂടി മുറിച്ചെടുക്കണം. ഈ 4 സെൻറ്റിമീറ്റർ വീതി വരുന്ന ഈ പീസ് കൊണ്ടാണ് നമ്മൾ ഈ ടേബിൾ ഫാനിൻ്റെ സ്റ്റാൻഡ് ഉണ്ടാക്കുന്നത്. നമുക്കാവശ്യമുള്ള ഭാഗം മുറിച്ചെടുത്ത് ബാക്കിയുള്ള ഭാഗം ഞാനിവിടെ മാറ്റിവെക്കുന്നു. എന്നിട്ട് ഈ 4 സെൻറ്റിമീറ്റർ വീതി വരുന്ന ഈ പീസ് എടുത്ത് ഇതുപോലെ ഒരു ആരോ രൂപത്തിൽ ചുരുട്ടിയെടുക്കുന്നു. ഇതുപോലെ ഒരു ആരോ രൂപം, അതല്ലെങ്കിൽ കുമ്പിൾ രൂപം എന്നെല്ലാം പറയും. ഇതാണ് നമ്മുടെ ഈ ടേബിൾ ഫാനിൻ്റെ സ്റ്റാൻഡായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിങ്ങനെ ഒരു ഭാഗം നല്ല മുനരൂപത്തിൽ കുമ്പിളായിട്ട് ചുരുട്ടിയ ശേഷം ഇതിൻ്റെ അവസാന ഭാഗം വല്ല ഗമ്മോ പശയോ സ്റ്റിക്കറോ കൊണ്ട് ഒട്ടിച്ചു കൊടുക്കുക. ഞാൻ ഇവിടെ ഈ ഗ്ലാസ് പേപ്പർ സ്റ്റിക്കർ കൊണ്ടാണ് ഒട്ടിക്കുന്നത്, അഥവാ സെലോ ടേപ്പ് കൊണ്ടാണ് ഒട്ടിക്കുന്നത്. നമ്മളങ്ങനെ ഈ കുമ്പിളിൻ്റെ മുനയുള്ള ഭാഗം ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി ഈ അടിഭാഗം അഥവാ വീതിയുള്ള ഈ ഭാഗം കത്രിക കൊണ്ടോ മറ്റോ കറക്റ്റായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് മടക്കി പിടിച്ചിട്ട് ഇതുപോലെ 1 സെൻറ്റിമീറ്റർ നീളം വരുന്ന വിധത്തിൽ കട്ട് ചെയ്ത് കൊടുക്കുക. മറിച്ച് പിടിച്ച് വീണ്ടും ഒന്ന് കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ 4 ഇതളുകൾ നമുക്ക് കാണുവാൻ കഴിയും. ഈ 4 ഇതളുകളും 4 സൈഡിലേക്കും കറക്റ്റായിട്ട് മടക്കി വെച്ച് താഴെ വെക്കുമ്പോൾ ഇതുപോലെ ഒരു സ്റ്റാൻഡ് രൂപത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. സ്ക്വയർ രൂപത്തിലിരിക്കുന്ന ഈ 4 ഇതളുകളും വേണമെങ്കിൽ നമുക്കിതുപോലെ കത്രിക കൊണ്ട് ഇതിൻ്റെ മുനകൾ അല്പാൽപ്പം കട്ട് ചെയ്ത് റൗണ്ട് ഷേപ്പിലാക്കിയാൽ കുറച്ചുകൂടി ഭംഗി കിട്ടുന്നതുമാണ്. അതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഈ 4 ഇതളുകളും ഇതുപോലെ കത്രിക കൊണ്ട് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് വരുമ്പോൾ നല്ലൊരു പൂവിതൾ പോലെ നമുക്ക് തോന്നും. ഇത് നമ്മൾ താഴെ ഇതുപോലെ കൃത്യമായിട്ട് നല്ല മിനുസമുള്ള സ്ഥലത്ത് വെച്ച് സെലോ ടേപ്പ് കൊണ്ട് ഒട്ടിച്ചു കൊടുക്കുന്നു. ഇതല്ല എങ്കിൽ ഫാൻ കറങ്ങുന്ന സമയത്ത് മറിഞ്ഞു വീഴുവാനുള്ള സാധ്യതയുണ്ട്. അതില്ലാതിരിക്കുവാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത്. നമ്മളങ്ങനെ ഈ ടേബിൾ ഫാനിൻ്റെ സ്റ്റാൻഡ് ഇവിടെ ഉണ്ടാക്കി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഫാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. അതിനായി നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിരിക്കുന്ന ആ 3 പീസുകളും കൃത്യം സെൻറ്ററിൽ നിന്നും തുല്യമായിട്ട് ഇതുപോലെ 3 പീസുകളും മടക്കിയെടുക്കുക. ഇങ്ങനെ ഈ മടക്കിയെടുത്ത ഈ 3 പീസുകളുടെയും തുറന്ന ഭാഗം, മടക്കുള്ള ഭാഗമല്ല, തുറന്ന ഭാഗം കൃത്യമായിട്ട് മൂലകൾ വേണമെങ്കിൽ ഒന്ന് ഭംഗിക്ക് വേണ്ടി കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്യാവുന്നതാണ്. അങ്ങനെ കട്ട് ചെയ്തില്ല എങ്കിലും കുഴപ്പമില്ല, ചെയ്യുന്നതൊരു ഭംഗിയുമാണ്. ഈ രൂപത്തിലാണ് ഇത് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്യേണ്ടത്. റൗണ്ടായിട്ട് വരും. ഇതുപോലെ റൗണ്ടായിട്ട്
പതുക്കെ കട്ട് ചെയ്തെടുക്കണം. ഒരേ തുല്യ അളവിൽ ആയിരിക്കണം. 3 ഇതളുകളും ഒരേപോലെ ബാലൻസ് വേണം. അതല്ലെങ്കിൽ ഫാൻ കറങ്ങുമ്പോൾ ഒരു കോട്ടം ഉണ്ടാകും. അങ്ങനെ ഇല്ലാതിരിക്കാനാണ് ഒരുമിച്ച് പിടിച്ചിങ്ങനെ കട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ മടക്കി വെച്ചിരിക്കുന്ന 3 പീസുകളിൽ 2 എണ്ണം ഇതുപോലെ എടുക്കണം. എന്നിട്ട് ഇടത് കൈയിൽ പിടിച്ചിരിക്കുന്നതിൻ്റെ സെൻറ്ററിലേക്ക് വലത് കൈയിൽ ഇരിക്കുന്ന പീസ് ഇതുപോലെ കൃത്യമായിട്ട് വെച്ച് കൊടുക്കണം. വെക്കുമ്പോൾ തുറന്ന ഭാഗം താഴേക്കും അടഞ്ഞ ഭാഗം മുകളിലേക്കുമാണോ എന്ന് ഉറപ്പാക്കണം. എന്നിട്ട് ഇടത് കൈയിൽ നമ്മൾ ആദ്യം പിടിച്ചിരിക്കുന്നതിൻ്റെ തുറന്ന ഭാഗത്തിലൂടെ ഇതുപോലെ 3ാമത്തെ പീസും വലത് കൈ കൊണ്ടെടുത്ത് വെച്ച് ഈ അടഞ്ഞ ഭാഗത്തിലൂടെ നമ്മൾ ഇത് കോർത്തെടുക്കണം. എന്നിട്ട് താഴെ വെച്ച് നോക്കുക കറക്റ്റാണോ എന്ന്. ഇതിങ്ങനെ താഴെ വെച്ച് നോക്കുമ്പോൾ 3 ലീഫുകളും 3 വശത്തേക്ക് നമുക്കിത് കാണുവാൻ കഴിയും. നമ്മൾ ഇത് കറക്റ്റായിട്ട് 3 വശത്തേക്കും ഒരേപോലെ വലിച്ച് കറക്റ്റ് സെൻറ്റർ ഭാഗം നല്ല ഒരു ലോക്ക് പോലെ ആക്കിയെടുക്കണം. നല്ല കറക്റ്റായിട്ട് വലിക്കണം. വലിച്ച് നല്ല ടൈറ്റാക്കി എടുക്കുകയും വേണം. ഇതുപോലെ ടൈറ്റാക്കി എടുക്കണം. ടൈറ്റ് ആയില്ലെങ്കിൽ നമ്മുടെ ഫാനിൻ്റെ സ്റ്റാൻഡിൽ ഇത് കുരുക്കി കറക്കം നിൽക്കും. അങ്ങനെ കറക്കം നിൽക്കാതിരിക്കണമെങ്കിൽ നന്നായിട്ട് കറക്റ്റ് ചെയ്ത് വലിച്ച് ടൈറ്റ് ചെയ്തിരിക്കണം. കണ്ടോ, ഞാൻ ഈ 3 ലീഫുകളും 3 വശത്തേക്ക് നല്ല കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്ത് വലിച്ച് ഷേപ്പ് ചെയ്ത് മുനയെല്ലാം നല്ല കറക്റ്റാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നല്ല ടൈറ്റായിട്ട് ഇരിപ്പുണ്ട്. നമ്മുടെ ഈ പേപ്പർ ടേബിൾ ഫാൻ നിർമ്മാണം ഇവിടെ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. നമുക്കിതൊന്ന് സ്റ്റാൻഡിൽ വെച്ച് ബാലൻസ് നോക്കാം. അല്പം കൂടി ബാലൻസ് ചെയ്യാനുണ്ട്, അഥവാ ഇതിൻ്റെ ലീഫ് ഒന്ന് കറക്റ്റ് ചെയ്യാനുണ്ട്. കണ്ടോ, ഇത് വളരെ ഭംഗിയാണ്. ചെറിയൊരു കാറ്റ് മതി, ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഇത് കുറച്ചുകൂടി ഷേപ്പ് ചെയ്ത് പല വർണ്ണങ്ങളിൽ നമുക്ക് പല സ്റ്റാൻഡുകളിൽ ഉണ്ടാക്കി ഇതിങ്ങനെ വെക്കുമ്പോൾ വളരെ മനോഹരമായിരിക്കും. നമ്മുടെ കുട്ടികൾ, കുറുമ്പന്മാർ ഇത് കണ്ട് കുറേ നേരം അതിന്മേൽ പണിതും തൊട്ടും പിടിച്ചും ആസ്വദിച്ചും ഇരുന്നുകൊള്ളും. കണ്ടോ, ചെറുതായിട്ട് നമ്മളൊന്ന് ഇതിൻ്റെ ലീഫ് കറക്റ്റ് ചെയ്തപ്പോൾ ഫാനിൻ്റെ കറക്കത്തിൻ്റെ സ്പീഡും വളരെയധികം കൂടി, ഇനിയും കൂടും. ഇതിനായി നമുക്കിനി ഈ ഇതളുകൾ ഇങ്ങനെ വിടർന്നിരിക്കുന്നത് പതുക്കെ ഒന്ന് എന്തെങ്കിലും പശകൾ വെച്ച് പതുക്കെ ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. 3 ഇതളുകളും കണ്ടോ, ഓരോ ഇതളുകളും ഈ 2 ലീഫുകൾ കൂടിയതാണ്. ഇങ്ങനെ ഈ 2 ലീഫുകളും നമുക്ക് ചെറുതായിട്ടൊന്ന് പതുക്കെ ഒട്ടിച്ചു കൊടുക്കുക. ചെറിയതായിട്ട് കേട്ടോ, കൂടുതലാകാൻ പാടില്ല. ഇനി വെച്ച് നോക്കുക. അപ്പോൾ ഒന്നുകൂടി സ്പീഡ് കൂടും, അതിൻ്റെ ക്ലാരിറ്റിയും കൂടും. ഇത്രയേയുള്ളൂ നമ്മുടെ മിടുക്കന്മാരായ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഈ പേപ്പർ ടേബിൾ ഫാൻ നിർമ്മാണത്തിൻ്റെ കാര്യം. നമുക്കിനി ഇത് മനസ്സിലാകാത്ത ആളുകൾക്ക് ഒന്നുകൂടി ഈ വൈറ്റ് ഷീറ്റിൽ പെട്ടെന്ന് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒന്നുകൂടി കണ്ടിട്ട് വരാം. ഇഷ്ടമുള്ള കളറിൽ A4 ഷീറ്റിൻ്റെ വട്ടത്തിൽ നിന്നും ഇതുപോലെ 1/4 സെൻറ്റിമീറ്റർ വീതിയിൽ കൃത്യമായിട്ട് 3 പീസുകൾ മുറിച്ചെടുക്കുന്നു. അതിനുശേഷം 4 സെൻറ്റിമീറ്റർ വീതിയിൽ വീണ്ടും ഒരു വലിയ പീസ് മുറിച്ചെടുക്കുന്നു. ഈ വലിയ പീസ് കൊണ്ട് നമ്മൾ ഇതിൻ്റെ സ്റ്റാൻഡ് ഇതുപോലെ ചുരുട്ടിയെടുക്കുന്നു. എന്നിട്ട് ഒട്ടിച്ച് കറക്റ്റ് ചെയ്യുന്നു. സെൻറ്ററിൽ നിന്നും കട്ട് ചെയ്ത് 4 ഇതളുകളാക്കി വീണ്ടും കട്ട് ചെയ്ത് ഇതിൻ്റെ അടിവശത്തെ സ്റ്റാൻഡാക്കി എടുക്കുന്നു. ഈ മുറിച്ചെടുത്ത ഈ 4 ഇതളുകളും നമ്മൾ ഇതുപോലെ കത്രിക കൊണ്ടോ ബ്ലേഡ് കൊണ്ടോ കട്ട് ചെയ്ത് റൗണ്ട് ഷേപ്പിലാക്കി ഒരു പൂവിൻ്റെ ഇതൾ പോലെ ആക്കിയെടുക്കുന്നു. എന്നിട്ട് താഴെ വെച്ച് നമ്മൾ ഇത് ഒട്ടിച്ചെടുക്കേണ്ടതുണ്ട്. ഈ മുറിച്ച് വെച്ചിരിക്കുന്ന 3 പീസുകളും കൃത്യം സെൻറ്ററിൽ നിന്നും മടക്കി ഇതുപോലെ ലോക്ക് ചെയ്ത് ഫാനിൻ്റെ രൂപമാക്കി എടുക്കുന്നു. ഇതുപോലെ കറക്റ്റായിട്ട് 3 പീസുകളും ലോക്ക് ചെയ്ത് കണ്ടോ, ഇതുപോലെ ഉള്ളിലേക്ക് കോർത്ത് ലോക്ക് ചെയ്ത് നിലത്ത് വെച്ച് കറക്റ്റ് ചെയ്ത് 3 ഇതളുകളും 3 വശത്തേക്ക് കറക്റ്റായിട്ട് വലിക്കുന്നു. കറക്റ്റായിട്ട് വലിക്കുക മാത്രം പോരാ, നല്ല കട്ടിയായിട്ട് നല്ല ബലത്തിൽ ഷേപ്പ് ചെയ്ത് ഇതുപോലെ എടുക്കണം. എന്നിട്ട് 3 ഇതളുകളും ഒരു ഭംഗിക്ക് വേണ്ടി റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നു. ഇങ്ങനെ ഈ കട്ട് ചെയ്യുന്നതും റൗണ്ട് ഷേപ്പിലല്ലാതെയും മുനരൂപത്തിലും ആരോ രൂപത്തിലുമെല്ലാം ഇതിൻ്റെ ഇതളുകൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ഇത്
വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അഥവാ കട്ട് ചെയ്യുന്നതല്ല, കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടോ, മുനയായിട്ടുള്ള രൂപത്തിലും ഞാനിതിവിടെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പല വർണ്ണങ്ങളിൽ മേശപ്പുറത്തോ അതല്ലെങ്കിൽ നല്ല മിനുസമുള്ള സ്ഥലത്തോ ഇതുപോലെ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ എത്ര മണിക്കൂറും എത്ര ദിവസവും ആഴ്ചയും മാസവും വേണമെങ്കിൽ ഇരുന്ന് കറങ്ങിക്കോളും. ഒരു കറണ്ടും വേണ്ട, ബാറ്ററിയും വേണ്ട, ഒന്നും വേണ്ട. കുട്ടികൾക്കിത് ഉണ്ടാക്കുവാനും മുതിർന്നവർക്ക് ഉണ്ടാക്കി കൊടുക്കുവാനും വളരെ എളുപ്പമാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സപ്പോർട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും താങ്ക്സ്, നന്ദി.